ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് യൂറിൻ കൾച്ചർ എന്ന ടെസ്റ്റ് ഡിസ്കസ് ചെയ്യാം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അഥവാ UTI ഡയഗ്നോസ് ചെയ്യുന്നതിനും അതിനെതിരെയുള്ള ആൻറ്റിബയോട്ടിക്സുകൾ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് യൂറിൻ കൾച്ചർ ചെയ്യുന്നത്. ഈ ടെസ്റ്റ് റിപ്പോർട്ട് ആവുന്നതിന് 3 to 4 days താമസമുണ്ട്. UTI മെയിനായി കോസ് ചെയ്യുന്നത് എൻട്രോബാക്ടീരിയസ് എന്ന ഫാമിലിയിലെ ബാക്ടീരിയകളാണ്. എക്സാമ്പിൾ ഈക്കോളെ അഥവാ എസ്ക്രീഷ്യ കോളെ, ക്ലബ്സിയെല്ല, പ്രോട്ടിയസ് എക്സെട്ര. കൾച്ചർ ചെയ്യുന്നതിനുള്ള സാമ്പിൾ എപ്പോഴും സ്റ്റെറൈൽ കണ്ടീഷൻ അഥവാ വൃത്തിയുള്ളതായിരിക്കണം. വൃത്തിയുള്ള പുതിയ യൂറിക്കോൾ ബോട്ടിലിൽ മിഡ് സ്ട്രീം യൂറിൻ സാമ്പിൾ വേണം കളക്ട് ചെയ്യാൻ. മിഡ് സ്ട്രീം എന്നാൽ വോയിഡഡ് യൂറിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പോർഷൻ കളഞ്ഞിട്ടുള്ള സെൻട്രൽ പോർഷനാണ് ബോട്ടിലിൽ കളക്ട് ചെയ്യേണ്ടത്. അതുപോലെ ബിഫോർ ദ സാമ്പിൾ കളക്ഷൻ ഏരിയ നന്നായി ക്ലീൻ ചെയ്യണം. സാമ്പിൾ ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ വിതിൻ 1 hour പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ടൈം കൂടുതലെടുത്താൽ നമ്മുടെ ശരീരത്തിൽ നിന്നും സാമ്പിളിൽ എത്തപ്പെട്ട നോർമൽ ഫ്ലോറയിൽപ്പെട്ട ബാക്ടീരിയകൾ ഓവർഗ്രോൺ അഥവാ അധികമായി വളരാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ രോഗകാരിയായ ബാക്ടീരിയയെ ഐസൊലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പ്രയാസകരമാകും. അതുപോലെ പ്രോപ്പർ ക്ലീനിങ് ഇല്ലാതെ കളക്ട് ചെയ്യുന്ന സാമ്പിളിലും ഈ അവസ്ഥ ഉണ്ടാകുന്നു. പിന്നീട് അത് വീണ്ടും സാമ്പിൾ എടുക്കുന്നതിലേക്കും ഡയഗ്നോസിസ് ലേറ്റ് ആകുന്നതിലേക്കും വഴിവെക്കുന്നു. യൂറിൻ കൾച്ചർ ചെയ്യുന്നതിൻ്റെ 2ാം ദിവസം നമുക്ക് ബാക്ടീരിയയുടെ ഗ്രോത്ത് അറിയാൻ സാധിക്കും. പക്ഷേ അതിന് സെൻസിറ്റീവായ ആൻറ്റിബയോട്ടിക്സുകൾ കണ്ടെത്താൻ വീണ്ടും താമസമെടുക്കും. കൾച്ചറിൻ്റെ 3ാം ദിവസം രോഗകാരിയായ ബാക്ടീരിയയ്ക്കെതിരെയുള്ള ആൻറ്റിബയോട്ടിക്സുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ ആൻറ്റിബയോട്ടിക്സ് ആണ് ഡോക്ടേഴ്സ് ഇവയ്ക്കുള്ള മെഡിസിനായി നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻറ്റിബയോട്ടിക്സുകൾ കോഴ്സ് എത്ര ഡേയ്സ് ആണോ ഡോക്ടർ പറയുന്നത് അത്ര തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ.